ഗസയിൽ ഇസ്രായേലിന്റെ വംശഹത്യ നരനായാട്ട് തുടങ്ങിയിട്ട് 200 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും അവിടെ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടക്കുഴിമാടങ്ങൾക്കായുള്ള തെരച്ചിൽ ഗസയിൽ പലയിടങ്ങളിലായി നടക്കുന്നു. അത്രയധികം സങ്കടകരമായ കാഴ്ചകൾ ഇപ്പോഴും ഗസയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, അമേരിക്കയിൽ കൊളംബിയ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. കൊളംബിയ സർവകലാശാലയിലെ വിവിധ കോളേജുകളിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായിരിക്കുന്നത്. ഇസ്രായേലിന്റെ അധിനിവേശം, ഗസയിൽ അധിനിവേശം അവസാനിപ്പിക്കണം, അതുപോലെ തന്നെ ഇസ്രായേലിന് ആയുധങ്ങളടക്കം നൽകിക്കൊണ്ടുള്ള അമേരിക്ക സഹായിക്കുന്ന ആ ഒരു നടപടിയും അതും അവസാനിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നത്. അത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അവിടെ ആ പ്രതിഷേധങ്ങളും അടിച്ചമർത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. കാരണം റെഗുലർ ക്ലാസുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു. നിരവധി വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൗസർ, അമേരിക്കയിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു ഗസയ്ക്ക് വേണ്ടി, ഫലസ്തീനു വേണ്ടി. അത് എത്രത്തോളം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, എത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടതാണ്? നമുക്ക് ദിവ്യ, അമേരിക്കയിലെ ഈ ഗസ വാർ തുടങ്ങിയതിന് ശേഷം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും കോളേജുകളിലും ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഈ ബൈഡനും പിന്നെ ട്രംപും ഒരേപോലെ അതിൽ അഭിപ്രായം പറയുകയും, ട്രംപ് തന്നെ ഒരു റാലിയിൽ പറയേണ്ടത്, ഞാൻ അധികാരത്തിൽ വന്നാൽ ഐ വിൽ ഫയർ ഓൾ ദീസ് ജിഹാദീസ് ഫ്രം ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പ്രസംഗിക്കുന്നൊക്കെയുണ്ട്. അത് കുറച്ച് ഈ ഒക്ടോബർ 2nd വീക്ക് മുതൽ തന്നെ അത്തരം പ്രകടനങ്ങളും പ്രതിഷേധം നടക്കുന്നത്. പക്ഷേ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിശേഷമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാഴ്ചയുടെ മേലെയായി അവിടെ വിദ്യാർത്ഥികൾ എൻക്യാമ്പ്മെൻറ്റ് ടെൻറ്റുകൾ അടിച്ച് അവിടെ തന്നെ താമസിക്കുകയാണ്. മുമ്പ് അമേരിക്കയിലുണ്ടായൊരു സമരം ഉണ്ടായിരുന്നു, ഒക്യുപ്പൈ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. വാൾ സ്ട്രീറ്റ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, വാൾ സ്ട്രീറ്റ് ഇതിൽ മൊത്തം ആളുകൾ വന്ന് തമ്പടിക്കുക. നമ്മുടെ ജാനുവിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കുടിൽക്കെട്ടി സമരം നടന്നില്ലേ, അതിന് സമാനമായി പിള്ളേർ അവിടെ തന്നെ ടെൻ്റ് അടിച്ച് താമസിക്കുകയാണ്. ഞങ്ങൾ ഗസയെ ഇനാക്ട് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഗസയിൽ ആളുകൾ താമസിക്കുന്നു, ടെൻ്റ് അടിച്ചിട്ട്. ഇപ്പോൾ റഫേലൊക്കെയുള്ള ടെൻറ്റുകൾ അതേ മാതൃകയിൽ ടെൻ്റ് അടിച്ചിട്ട് അവിടെ താമസിക്കുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മനസ്സിലാണ്, അമേരിക്കയിൽ, നമ്മുടെ ഇന്ത്യയിലിപ്പം JNU എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ പേരെങ്കിലും. ന്യൂയോർക്കിലാണത്. അമേരിക്കയിലെ ആദ്യത്തെ 4 യൂണിവേഴ്സിറ്റികളൊന്നാണത്. ന്യൂയോർക്കിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ഏറ്റവും എലീറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവർ അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുന്നു. അതിനെതിരെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. ന്യൂയോർക്ക് പോലീസ് ഇടപെടുന്നു. 100-ലേറെ പേർ, 120ഓളം പേർ ഇതിനകം അറസ്റ്റിലായി കഴിഞ്ഞു. ഇന്ന് ചൊവ്വാഴ്ച രാത്രി അവർക്ക് അവസാന സമയപരിധി കൊടുത്തിരിക്കുകയാണ്, ഇത് മുഴുവൻ ടെൻറ്റുകൾ പൊളിച്ചു പോകണം എന്നുള്ളത്. പക്ഷേ അവർ ഡിഫൈ ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, അവിടെ ക്ലാസ്സുകൾ നിർത്തി. യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന ഫിസിക്കൽ ക്ലാസ്സസ് നിർത്തി ഹൈബ്രിഡ് മോഡിലേക്ക് പോയി, ഓൺലൈനാക്കി. വളരെ പ്രധാനപ്പെട്ട ചില പ്രാക്ടിക്കൽ ഇതൊക്കെ ബന്ധപ്പെട്ട കോഴ്സുകൾ മാത്രം അവിടെ ഫിസിക്കൽ ക്ലാസ്. ഇതുകൂടെ മനസ്സിലാക്കണം, അവർ സെമസ്റ്റർ എൻഡിങ് ടൈമാണിത്, എക്സാം സീസണിലേക്ക് കടക്കുകയാണ്. എന്നിട്ടും യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ, പോലീസ്, ഇവരുടെ എല്ലാം പ്രഷറുണ്ടായി, അറസ്റ്റുകളുണ്ടായി, ബൈഡൻ വരെ ഇടപെട്ടു. എന്നിട്ടും അവർ ഒരു നിലക്കും അവർ പിന്നോട്ട് പോയിട്ടുള്ളതെന്നല്ല. അമേരിക്കയിലെ ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും, യെയിൽ യൂണിവേഴ്സിറ്റി എന്ന് കണക്റ്റിക്കട്ടിൽ, ഇതേമാതിരി ലോകപ്രശസ്തമായുള്ള യൂണിവേഴ്സിറ്റിയാണ് യെയിൽ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ വരുന്ന വാർത്തകൾ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗേറ്റ് സാധാരണ തുറന്നു വെക്കുന്ന ഗേറ്റാണ്, ഇപ്പോൾ അങ്ങനെ ഗേറ്റുകൾ അടച്ചിട്ടിരിക്കുന്നു. പോലീസ് ID പരിശോധിച്ച ശേഷം, എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ കുട്ടികളെ പുറത്തേക്ക് ഇടുന്നു. അവിടെ എല്ലായിടത്തും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗികമായ നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കാൻ അനുവദിക്കുന്നതല്ല, ടെൻ്റ് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള. യേൽ യൂണിവേഴ്സിറ്റിയിലും ടെൻ്റ് അടിച്ച് കുട്ടികൾ പ്രതിഷേധിക്കുന്നുണ്ട്. അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളിലും അത് നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്കയിൽ പൊതുവെ പറയുന്നതാണ് റെഡ് സ്റ്റേറ്റ്, ബ്ലൂ സ്റ്റേറ്റ്, സ്വിംഗ് സ്റ്റേറ്റ്. റെഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻസിന് കൂടുതൽ ഇതാണ്. ബ്ലൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റുകൾക്ക് ആഭിമുഖ്യമുള്ള സ്റ്റേറ്റുകളാണ്. സ്വിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ജിയോഗ്രഫിയിലും അവിടെയുള്ള കോളേജുകൾ, ഗ്രാജുവേറ്റ് കോളേജുകളും എലീറ്റ് യൂണിവേഴ്സിറ്റികളിലും എല്ലായിടത്തും ഈ സ്വഭാവത്തിലുള്ള പ്രതിഷേധങ്ങളും എൻക്യാമ്പ്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്
ശരിക്കും പറഞ്ഞാൽ വിസ്മയകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ മനസ്സിലാക്കണം. ഒന്ന്, ഗസ എന്ന് പറയുന്നത് എങ്ങാണ്ടോ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങാണ്ടോ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് സാംസ്കാരികമായോ സാമ്പത്തികമായോ മതപരമായോ ഏതെങ്കിലും നിലക്കുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആ ജനതയുമായിട്ടില്ല. നമ്പർ 1. നമ്പർ 2, അമേരിക്കയിലെ മീഡിയ, അമേരിക്കയിലെ സർവ്വമാധ്യമങ്ങളും എല്ലാ ദിവസവും അവർ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? അത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ്. നമുക്കിവിടെ ഒരു അർണബ് ഗോസ്വാമി ഇല്ലേ, അതുപോലത്തെ ഒരു ഡസൻ അർണബ് ഗോസ്വാമിമാർ ഇവിടെ ഉണ്ട്. അവർ ഹമാസ് എന്ന് മാത്രമായിട്ട് ഉപയോഗിക്കില്ല, ഹമാസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നേ പറയുള്ളൂ. ഇസ്രായേലിൻ്റെ ആക്രമണത്തെക്കുറിച്ച് ഡിഫൻസ് എന്നേ പറയുള്ളൂ. ഈ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു വൻ സ്ഫോടനം നടന്ന സംഭവം ഉണ്ടായിരുന്നു, 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് CNN ആങ്കർ ഒരു ഇസ്രായേലി IDFൻ്റെ സ്പോക്ക് വുമണായിട്ട് സംസാരിക്കുകയാണ്, ലൈവിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ CNN ആങ്കർ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ഹ്യൂജ് ബ്ലാസ്റ്റ് ഇൻ ജബാലിയ. പക്ഷേ ഈ IDFൻ്റെ ആൾ അത് ഞങ്ങളുടെ സ്ട്രൈക്കായിരുന്നു, ഞങ്ങളുടെ എയർ സ്ട്രൈക്കായിരുന്നു പറയുന്നത്. എന്നിട്ട് ഇവനാകെ ക്രിഞ്ചടിക്കുന്നുണ്ട്, ഈ ആങ്കർ ക്രിഞ്ചടിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ IDFൻ്റെ സ്പോക്ക് പേഴ്സണേക്കാൾ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ടെലിവിഷൻ ആങ്കർമാരുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ഇനി ഗസയുടെ കാര്യം എടുക്കുക. അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ ഇപ്പം തൊട്ട് മുമ്പത്തെ വിഷയത്തിൽ സംസാരിച്ചല്ലോ, ഗസയിൽ നിന്ന് വാർത്തകൾ പുറത്തു പോകരുത് എന്നുള്ള ഇസ്രായേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അവർ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്നു, മൊബൈൽ കണക്ടിവിറ്റി ഇല്ലാതാക്കുന്നു. 100-നടുത്ത് എനിക്ക് 136 ജേർണലിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. ലോകത്ത് ഒരു ഇവൻറ്റിലും അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് കാണണം. ലോകത്ത് ഇതുവരെയും ഒരു ഇവൻറ്റിലും ഇങ്ങനെ സംഭവിച്ചില്ല. 136 ജേർണലിസ്റ്റുകൾ. ഈ ജേർണലിസ്റ്റുകളുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടത് വിട്ടേക്കും, അത് ഡസൺ കണക്കിന് വേറെ വരുന്നുണ്ട്. 136 ജേർണലിസ്റ്റുകളെ കൊന്നുകളഞ്ഞു. വിദേശ ജേർണലിസ്റ്റുകൾക്ക് ഗസയിലേക്ക് കടക്കാൻ വഴിയില്ല. അവിടെയുള്ള എല്ലാ കണക്ടിവിറ്റി അവർ പരമാവധി തകർന്നു. എന്നിട്ട് അങ്ങനെയുള്ള ഗസയിൽ നിന്ന് വാർത്തകൾ ഈ അമേരിക്കയിലെത്തണം. ഏത് അമേരിക്കയിൽ? അർണബ് ഗോസ്വാമി ഭരിക്കുന്ന എയർ സ്പേസുകൾ അമേരിക്കയിൽ. എന്ന് അവിടുത്തെ ഭരണകൂടം എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്കൻസാണ് ഭരിക്കുന്നത്, ഡെമോക്രാറ്റ്സാണ് ഭരിക്കുന്നത്, പ്രതിപക്ഷത്ത് റിപ്പബ്ലിക്കൻസാണ്. ഈ ഒരു 2 പേരും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒക്കെ ചങ്ങായിമാരാണ്, പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നിട്ടും ഈ പറയുന്ന അമേരിക്കയിലെ ചെറുപ്പം അവർ തെരുവിലിറങ്ങുകയാണ്. അവർ ക്ലാസ് നോക്കൂ, സെമസ്റ്റർ എൻഡിങ് സീസണിലും അവർ ടെൻ്റ് അടിച്ച് സമരം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും ആലോചിച്ച് നോക്കൂ. അത് ലോകത്തെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ വാർത്തകളെ തമസ്കരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ, ഈ ലെഗസി മീഡിയ, ഭരണകൂടം, അവർ സൃഷ്ടിക്കുന്ന നറേറ്റീവ് മാത്രമാണ്, അതാണ് ലോകത്തെ നയിക്കുക, ലോകത്തെ തീരുമാനിക്കുക, ലോകത്തെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. അതിനപ്പുറമുള്ള ഒരു ലോകമുണ്ട്, അതിനപ്പുറമുള്ളൊരു യൂണിവേഴ്സ് ഉണ്ട്. അതിൽ മനുഷ്യർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ പിള്ളേരെക്കുറിച്ച്? ടിക്ടോക്ക് ജനറേഷൻ എന്നാണ് അമേരിക്കൻ മീഡിയ പറയുന്നത്. ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ച് വന്ന ഒരു ഇസ്രായേലി ജേർണലിസ്റ്റ് എഴുതിയ, രാവിലെയും വൈകുന്നേരവും അൽ ജസീറ തിന്നു കുടിക്കുന്ന കുറേ പിള്ളേർ അവർ മൊത്തം അമേരിക്ക കുഴപ്പത്തിലാക്കുകയാണ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൽ ജസീറയോടുള്ള വെറുപ്പൊരു വശത്തുണ്ട്. ടിക്ടോക്ക് നിരോധിക്കണം എന്നൊരു ആവശ്യം അമേരിക്കൻ കോൺഗ്രസ്സിൽ വന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു സ്വർഗ്ഗഭൂമി എന്ന് പറയുന്ന രാജ്യമാണ്. പക്ഷേ അവിടെയാണ് ഒരു ആപ്പ് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സിൽ ബില്ല് വരികയാണ്. അത്രയും ഓഫ് കോഴ്സ് ടിക്ടോക്കും ട്വിറ്ററല്ല എക്സും ആണ് അവരേറ്റവും പ്രധാനപ്പെട്ട 2 ഇതായിട്ട് സ്വീകരിക്കുന്നത്. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ഇത് ഇത്രയും വലിയൊരു വാർത്തയാകുന്നതെന്ന് വെച്ചാൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രാധാന്യം കൂടുതൽ പ്രധാനപ്പെട്ടാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടക്കുന്നു, അതിൻ്റെ ഒരു സ്പൈറൽ എഫക്റ്റ് ഉണ്ടാകുന്നു. UK നടന്നുകൊണ്ടിരിക്കും. UK ഇത് നടക്കുന്നത് വാർത്തയാകാത്തതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UK ഇതിനെതിരെയുള്ള പോലീസ് ആക്ഷൻ ഈ അമേരിക്കയിലുള്ളതുപോലെ ഇല്ല എന്നുള്ളതാണ്. ഒരു UK എന്നുള്ള ശ്രദ്ധേയമായ സംഭവം ഞാൻ പറയാം. മിസ്റ്റർ ഖസാൻ അബു സിത്ത എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയുണ്ട്. UK ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സർജനാണ്. എന്താണ്, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് പ്ലാസ്റ്റിക് സർജറിയുടെ ബ്രിട്ടനിൽ തന്നെ നമ്പർ 1 എന്ന് പറയാവുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഗസയിൽ എപ്പോഴൊക്കെ യുദ്ധം ഉണ്ടാകുന്നു അപ്പോഴൊക്കെ അവിടെ പോയി സർവീസ് നടത്താറുള്ള ആളാണ്. ഇപ്പോൾ ഈ ഒക്ടോബർ 9 അദ്ദേഹം ഗസയിലേക്ക് പോകുന്നുണ്ട്. അൽഷിഫ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനകത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അൽ അഹ്ലി ഹോസ്പിറ്റലും, ആ ബോംബ് സ്ഫോടനം ഉണ്ടായ അഹ്ലി ഹോസ്പിറ്റലും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് മീഡിയക്ക് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു.
അദ്ദേഹം നവംബർ ഒടുവിൽ ജനുവരി ആദ്യത്തിൽ ബ്രിട്ടനിലേക്ക് തിരിച്ചു വരുന്നു. ധാരാളം ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. ഹേഗിൽ നടന്നിട്ടുള്ള മറ്റേ കേസുണ്ടല്ലോ, ജിനോസൈഡ് കേസിൽ അദ്ദേഹം ടെസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്താണ് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോക റാങ്കിങ്ങിൽ 22 23 കിടക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. അവിടെ റെക്ടർ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ റെക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ്. ഫാക്കൽറ്റീസിനും സ്റ്റുഡൻസിനും ഒക്കെ വോട്ടിംഗ് റൈറ്റ്. 80% വോട്ടാണ് ഈ മനുഷ്യന് ലഭിക്കുന്നത്. 80% വോട്ട് നേടിയിട്ട് ഈ പറയുന്ന കക്ഷി വിജയിക്കുകയാണ്. ഗസ യുദ്ധം ഉണ്ടായതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പാണ് ബ്രിട്ടനിൽ നടന്നത്. ഒരു റോഷ്ഡെയിൽ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ, പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ വിജയിക്കുന്നത് ജോർജ് ഗാലവേ എന്ന് പറയുന്ന ഒരു ഫിയേഴ്സ് പലസ്റ്റൈൻ ക്യാമ്പയിനർ എന്ന് പറയാവുന്ന, ആദ്യം പലസ്റ്റൈന് വേണ്ടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. വർക്കേഴ്സ് പാർട്ടിയുടെ ബാനറിലാണ് പുള്ളി മത്സരിക്കുന്നത്. പുള്ളി തോൽപ്പിക്കുന്ന മസർ അലി എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ്. ഈ മസർ അലി എന്ന് പറഞ്ഞാൽ ലേബർ പാർട്ടിയുടെ കാൻഡിഡേറ്റാണ്. 40% വോട്ടാണ് മേടിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഒരൊറ്റ കാര്യമാണ് ഇദ്ദേഹം ക്യാമ്പയിൻ ചെയ്തത്, വോട്ട് ഫോർ ഗസ. ഈ മസർ അലി എന്ന് പറയുന്ന ലേബർ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോ പലസ്റ്റൈൻ പാർട്ടിയാണ്. ഇവരുടെ ബ്രിട്ടീഷ് കൺസർവേറ്റീവ് പാർട്ടിയുടെ പല നയങ്ങളെയും എതിർക്കുന്ന പാർട്ടിയാണ്. പക്ഷേ മസർ അലി ഒരു ബാലൻസ്ഡ് അപ്രോച്ച്, ഈ പറയുന്ന സന്തുലിത സമീപനം സ്വീകരിച്ചു. ഗസയിൽ കൂട്ടക്കൊല നടക്കുമ്പോൾ അത് നിർത്തണം, അത് നിർത്തുകയാണ് ആദ്യം വേണ്ടത് എന്നൊരു പൊസിഷൻ മസർ അലിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഗസയ്ക്ക് വേണ്ടി അതിശക്തമായി സംസാരിച്ചുകൊണ്ടാണ് വോട്ട് ഫോർ ഗസ എന്ന ഒരൊറ്റ ടാഗ് ലൈനിൽ ക്യാമ്പയിൻ നടത്തി ജോർജ് ഗാലവേ. പുള്ളി അവിടെ 40% വോട്ട് വാങ്ങി വിജയിച്ച് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇരിക്കുകയാണ് പുള്ളി. ഇപ്പോൾ ഇതെവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് UK യിലും US യിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ലോകത്ത് ഇവർ ഈ ഹമാസ് എന്ന് പറഞ്ഞ ഭീകരവാദികളാണ്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമാണെന്നൊക്കെയുള്ള ഔദ്യോഗിക നറേറ്റീവ്, ലെഗസി മീഡിയയുടെ നിരന്തരമായുള്ള പ്രചാരണം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലാണ്. അപ്പം അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ചും ഈ അമേരിക്കയിൽ ഒരു മനുഷ്യൻ, ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ഇവിടെ സ്വയം തീകൊളുത്തി മരിച്ചു. അയാൾ എന്തിനാണ് തീകൊളുത്തി മരിച്ചത്? ഞാൻ സേവനം ചെയ്യുന്ന ഈ എൻ്റെ രാജ്യം, ഞാൻ പട്ടാളക്കാരനായി സേവനം ചെയ്യുന്ന എൻ്റെ രാജ്യം ഈ കൂട്ടക്കൊലക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ, ധാരാളം മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ആശ്വാസം നൽകുന്ന കാര്യമാണ്. യെസ് നിഷാദ്, ഇപ്പോൾ ലോകവ്യാപകമായി ഉയർന്നു വരുന്ന ഈ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ അത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ലോകത്തെമ്പാടും ഫലസ്തീൻ കോസിന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള സമരം നടക്കുന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് സത്യത്തിൽ ഇത്. പക്ഷേ ഇത് അമേരിക്കയുടെ കാര്യം വളരെ പ്രത്യേകത ഉള്ളതാണ്. ഒരു വശത്ത് അമേരിക്ക മാനവികതയ്ക്കെതിരായിട്ടുള്ള എല്ലാ യുദ്ധത്തിനും ആയുധങ്ങൾ കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, നയതന്ത്രപരമായ പിന്തുണ കൊടുക്കുന്നു, ഐക്യരാഷ്ട്രസഭയിൽ അതിനെ പിന്തുണയ്ക്കുന്നു. മാനവികത എന്ന് പറയുന്ന ആശയത്തെ മുച്ചോട് മുടിക്കുന്നതിൽ ഒരു വശത്ത് അമേരിക്ക പണിയെടുക്കുമ്പോൾ, അമേരിക്കൻ ഭരണകൂടം പണിയെടുക്കുമ്പോൾ, അപ്പുറത്ത് അതേ അമേരിക്കയുടെ പോളിസിക്കെതിരായിട്ടുള്ള വലിയ സമരം നടക്കുകയാണ്. ദിവ്യ എന്നാലോചിച്ച് നോക്കും, നമ്മുടെ ഭരണകൂടം ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിനെതിരെ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുക. അപ്പോൾ അതിൽ മെറിറ്റ് എന്തോ ആയിക്കോട്ടെ, നമുക്കതിനകത്തൊരു അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. ഇന്ത്യയിലില്ല. ഭരണകൂടം എന്താണോ വിദേശ രാജ്യങ്ങളോട് ചെയ്യുന്നത് അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാനേ പറ്റും. എതിർത്താൽ നമ്മൾ രാജ്യവിരോധിയാകും, നമ്മളകത്ത് പോകും, ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് അകത്ത് പോകും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ അങ്ങനെ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ ഭരണകൂടം ചെയ്യുന്ന സകലതിനെയും പിന്തുണയ്ക്കലല്ല എന്ന് വിചാരിക്കുന്ന വളരെ ജനാധിപത്യ ബോധ്യമുള്ള, സ്വാതന്ത്ര്യ ബോധ്യമുള്ള മനുഷ്യന്മാർ കൂടിയുള്ള നാടാണ് അമേരിക്ക എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പം നേരത്തെ ദൗസായി പറഞ്ഞാൽ ആരോൺ ബുഷ്നെൽ എന്ന് പറയുന്ന ഒരു നാവികസേന വ്യോമസേന ഉദ്യോഗസ്ഥൻ, ചെറുപ്പക്കാരനാണ്, 26-27 വയസ്സേ ഉള്ളൂ. അയാൾ പോയിട്ട് ഇസ്രായേൽ എംബസിക്ക് മുമ്പ് പോയിട്ട് തീ കൊളുത്തി കൊന്നു. അങ്ങനെ ഒരു ആദ്യത്തെ സംഭവമാണ്. ഇതുണ്ടായതിന് ശേഷം ഒരാൾ സൂയിസൈഡ് ചെയ്യാണ്. ഈ വംശഹത്യയിൽ ഞാൻ പങ്കാളിയാവില്ല എന്നാണ് അയാൾ അവസാനം പറഞ്ഞ വാചകം. എന്ന് വെച്ചാൽ ഈ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതിയാണ് എന്ന ബോധ്യം അയാളെ ഹോണ്ടിയാണ്. വെറുതെ തോന്നിയിട്ട് അത് ഫേസ്ബുക്കിൽ എഴുതുകയല്ല, മറിച്ച് അത് ഈ എന്താ പറയുന്നത്, വംശഹത്യയിലും ഞങ്ങൾ പങ്കാളിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്ന മനുഷ്യനുള്ളൂ. അവരുടെ കുറ്റബോധം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആളിക്കത്തലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നടത്തുന്ന ഒരു സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്ന സംഘടനകളിലൊന്നും ഹമാസ്. ഇപ്പോൾ ഹമാസ് ഭീകര സംഘടനയാണെന്നാണ് അവിടുത്തെ എല്ലാ ചാനലും, CNN-ഉം ഫോക്സും എല്ലാം പറയുന്നതാണ്. പക്ഷേ ഹമാസിനെ നമുക്ക് പിന്തുണയ്ക്കാവുന്ന ഒരു സംഘടനയാണെന്ന് ചെറുപ്പക്കാരിൽ ഒരു 50 above ആൾക്കാർ അഭിപ്രായം പറയുകയാണ്. ഇപ്പോൾ ഫോക്സിൻ്റെ ഒരു റിപ്പോർട്ട് നിന്ന് വായിച്ചപ്പോൾ അതിനകത്ത് പറയുകയാണ്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഭീകര സംഘടന ഏതാണെന്നൊരു ട്രോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭീകര സംഘടന IDF ആണെന്നൊരാൾ മറുപടി പറഞ്ഞിരിക്കുന്നു. അവിടെ
എന്ന്. അപ്പോൾ അവർ ഭീകര സംഘടനയായി കാണുന്ന IDF-നെയാണ്, ഇസ്രായേലിലെ ഡിഫൻസ് ഫോഴ്സിനെയാണ്, മറിച്ച് ഹമാസിനെ അല്ല. അപ്പോൾ അത് അമേരിക്കയെ പോലെ, അമേരിക്കയാണല്ലോ സത്യത്തിൽ ഈ യുദ്ധം ഇത്രയും നീണ്ടുപോകുന്നതിന്, 200 ദിവസം നീണ്ടുപോയതിന്, ഇത്രയധികം വലിയ കൊലപാതകങ്ങൾ ഉണ്ടായതിന് നിർത്താൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന ഒരു രാജ്യവും അവരുടെ പവറുമാണ്, അവരുടെ നയതന്ത്രപരമായ പവറും അവരുടെ ആയുധശേഷിയും അവരുടെ പണവും. അതില്ലെങ്കിൽ ഈ യുദ്ധം നീണ്ടുപോകില്ല, ഇസ്രായേലിന് മുന്നോട്ട് പോകാനും കഴിയില്ല. അതിനകത്ത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുള്ളത്. ഹോപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഈ ഫലസ്തീൻ്റെ സഹോദര രാജ്യങ്ങളിൽ പോലും ആദ്യം ഉണ്ടായിരുന്ന ഇത്രയും വലിയ സംഗതികൾ നമ്മളിപ്പോൾ പ്രൊട്ടസ്റ്റുകൾ പലയിടത്തും ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ അത് സംഭവിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ല, ഒരു ഭരണകൂടത്തിൻ്റെ ചെയ്തികളോട് കടുത്ത വിയോജിപ്പുള്ളത്. അതിപ്പോൾ നമ്മൾ അഫ്ഗാൻ യുദ്ധത്തിൻ്റെ കാലത്തും ഇറാഖ് യുദ്ധത്തിൻ്റെ കാലത്തും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന യുദ്ധവിരുദ്ധ റാലികൾ നമ്മൾ അമേരിക്കയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആ നിലയ്ക്ക് പ്രത്യാശ ഉണ്ടാക്കുന്ന ഒന്നാണ്. അമേരിക്ക മാനവികതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം യുദ്ധം നടത്തുമ്പോഴും മാനവികത എന്ന ആശയത്തെ എടുത്തു വെക്കുകയും ബൈഡനോട് അയാൾ പങ്കെടുക്കുന്ന ഓരോ സ്ഥലത്തും അയാളെ മുന്നിൽപ്പെടുന്ന ഓരോ സമയത്തും ഫ്രീ പലസ്തീന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, നിങ്ങൾ ജനോസൈഡ് ജോ ആണെന്ന് അയാളുടെ മുഖത്തുമൊക്കെ വിളിക്കുന്ന മനുഷ്യന്മാരുള്ള നാട് കൂടിയാണ്. അത് നമ്മുടെ ഒരു മാനവരാശിയെ സംബന്ധിച്ച് പ്രത്യാശയുടെ സമരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. യെസ്, ഇത്തരം പ്രതിഷേധങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പ്രതിഷേധം അത് അമേരിക്കയ്ക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ്. വംശഹത്യക്കൊപ്പം നിൽക്കുകയല്ല വേണ്ടത് എന്ന് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുകയാണ് കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.